ഹലോ. നമ്മുടെ CSCB 1076/26 ചോദിച്ച് ബാങ്കിങ്ങിലുള്ള CSCB എക്സാമിൻ്റെ ബാങ്കിങ്ങിലുള്ള ക്വസ്റ്റ്യൻസാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ബാങ്കിങ്ങിൽ നിന്ന് നമ്മുടെ ക്ലർക്ക് എക്സാമിന് 20 ക്വസ്റ്റ്യൻസാണ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ കുറച്ച് എക്സാം ആയിട്ട് ഇപ്പോൾ ലാസ്റ്റ് നടന്ന ഒരു 5-6 എക്സാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് PYQ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് കുറച്ചെണ്ണത്തിനകത്ത് കടന്നു വരുന്നുണ്ട്. കൂടുതൽ അതൊന്നല്ല, പക്ഷെ ഒരു 20 ക്വസ്റ്റ്യനകത്ത് ഒരു 5 ക്വസ്റ്റ്യനെങ്കിലും ആപ്ലിക്കേഷൻ ലെവലിൽ അല്ലെങ്കിൽ നമ്മൾ അപ്ഡേഷൻ ആയിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. അപ്പം ഇതിലെ ക്വസ്റ്റ്യൻസ് ആദ്യം 81ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നാഷണൽ ഹൗസിംഗ് ബാങ്ക് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബേസ്ഡ് ഓൺ ദ റെക്കമെൻഡേഷൻ ഓൺ ദ ഹൈ ലെവൽ ഗ്രൂപ്പ് ചെയർഡ് ബൈ, അതായത് NHB ആരുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളതെന്നാണ്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് രംഗരാജനാണ്. The Discount and Finance House of India was set up in 1988. നെക്സ്റ്റ്, സെക്ഷൻ 131 ഓഫ് NI ആക്ട്. അപ്പം 1881 NI ആക്ട്, അതായത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് പ്രകാരം സെക്ഷൻ 131 എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം അതിനകത്ത് സ്റ്റെയിൽ ചെക്ക്, ക്രോസിംഗ് ഓഫ് ചെക്ക്, സ്റ്റാറ്റ്യൂട്ടറി പ്രൊട്ടക്ഷൻ ടു പേയിങ് ബാങ്കറൊക്കെ തന്നിട്ടുണ്ട്. നൺ ഓഫ് ദീസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ആൻസർ വന്നത് നൺ ഓഫ് ദീസ് ആണ്. അപ്പോൾ സെക്ഷൻ 131 എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ കളക്റ്റിംഗ് ബാങ്കിനുള്ള സ്റ്റാറ്റ്യൂട്ടറി പ്രൊട്ടക്ഷനാണ്. അതായത് ചെക്ക് ക്രോസ് ചെയ്ത ചെക്കാണെങ്കിൽ നമ്മളെ കളക്റ്റിംഗ് ബാങ്കിന് സ്റ്റാറ്റ്യൂട്ടറി പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് സെക്ഷൻ 131 NI ആക്ട് പ്രകാരമാണ്. അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ദ ഡിഫക്റ്റ് ഓഫ് ബ്രാഞ്ച് ബാങ്കിങ് സിസ്റ്റം കൺസിസ്റ്റ്, അതായത് നമ്മുടെ ബ്രാഞ്ച് ബാങ്കിങ് സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അതായത് നമ്മൾ ഒരു ഹെഡ് ഓഫീസ് എവിടെയുണ്ടാകും, അതിന് ഒരുപാട് ബ്രാഞ്ചുകൾ കാര്യങ്ങൾ വരുന്നതാണ് ബ്രാഞ്ച് ബാങ്കിങ് സിസ്റ്റം എന്ന് പറയുന്നത്. അതിൻ്റെ ഡിഫക്ട്സ് എന്താണ്, അതിൻ്റെ ഒരു എന്താ പറയുക ഡിസഡ്വാൻറ്റേജ് എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് ഓപ്ഷൻ വരുന്നത് ഡൈവേർഷൻ ഫണ്ട്, റെഡ് ടാപ്പിസം ആൻഡ് ഡിലേ, ഇൻഡിഫറൻസ് ഇൻ ലോക്കൽ നീഡ്സ്, ഓൾ ഓഫ് ദി എബോ. അപ്പോൾ ഈ ബ്രാഞ്ച് ബാങ്കിങ് പറയുമ്പോൾ എന്താണ്? നമുക്ക് ഫണ്ട് ഡൈവേർഷൻ എന്ന് പറയുന്നത് കുറച്ച് കൂടുതലാണ് അല്ലേ. അതുപോലെ തന്നെ റെഡ് ടാപ്പിസ് ആണ്, അതായത് ഡിലേ കാര്യങ്ങൾ കൂടുതലാണ്. അതേപോലെ ഇൻഡിഫറൻസ് ഇൻ ലോക്കൽ നീഡ്സ് ആണ്, അതായത് ഈ ലോക്കൽ നീഡ്സ് എന്താണ്, ഓരോ ആൾക്കാരും ഓരോ ലോക്കലിലും എന്തായിരിക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള നീഡ്സ് കാര്യങ്ങളായിരിക്കും. അത് ബ്രാഞ്ച് ബാങ്ക്. അപ്പോൾ ഇതെല്ലാം ഓൾ ഓഫ് ദി എബോ എന്താണ്? ബ്രാഞ്ച് ബാങ്കിൻ്റെ ഡിഫക്ട്സ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ആക്ട് പാസ് ചെയ്തത് ഏത് വർഷമാണെന്നുള്ളതാണ്. 1951 1951 നമ്മുടെ സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ആക്ട് പാസ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് 86ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇൻ ഡാഷ് എൻഡോസ്മെൻറ്റ് ദ എൻഡോസർ ഈസ് എക്സ്ക്ലൂഡഡ് ഫ്രം ഹിസ് ഓൺ ലയബിലിറ്റി ഇഫ് ദ ഇൻസ്ട്രുമെൻറ്റ് ഈസ് ഡിസോണേഡ്. അതായത് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ഡിസോണർ ആയിക്കഴിഞ്ഞാൽ എന്ത് ഉണ്ടാവും? നമ്മുടെ എൻഡോസറിന് ലയബിലിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതായത് ഈ എൻഡോസറിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഈ ബില്ല് ഡിസോണർ ആയിക്കഴിഞ്ഞാൽ എനിക്ക് ലയബിലിറ്റി ഇല്ല എന്നുള്ളത് അയാൾക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ബില്ലിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ ഇൻക്ലൂഡ് ചെയ്ത ബില്ല് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ് കണ്ടീഷണൽ, ഫാക്കൽറ്റീവ്, സാൻ റീകോസ്, സാൻ ഫ്രേസ്. അതിൽ ആൻസർ വരുന്നത് സാൻസ് റീകോസ് ആണ്. അതായത് സാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തൗട്ട് ആണ്, റീകോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലയബിലിറ്റി ആണ്. വിത്തൗട്ട് ലയബിലിറ്റി എന്നാണ് അതിൻ്റെ മീനിങ് തന്നെ. ഇനി ഇതിൽ കണ്ടീഷണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടീഷണൽ എൻഡോസ്മെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കണ്ടീഷൻ പറയും. അതായത് നമ്മൾ എൻഡോസ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് അതിനകത്തൊരു കണ്ടീഷൻ പറഞ്ഞിട്ട് ആ കണ്ടീഷൻ ഫുൾഫിൽ ചെയ്താൽ മാത്രമേ എന്തുള്ളൂ ഈ ഇൻസ്ട്രുമെൻറ്റ് ഹോണർ ചെയ്യണ്ടോ എന്നുള്ളത് വരും. അപ്പോൾ ആ കണ്ടീഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്താൽ മതി? ബില്ല് ഹോണർ ചെയ്താൽ മതി എന്ന് പറയുന്നതാണ് കണ്ടീഷണൽ ബില്ല്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫാക്കൽറ്റേറ്റീവ് എൻഡോസ്മെൻ്റ് ആണ്. ഫാക്കൽറ്റേറ്റീവ് എൻഡോസ്മെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ എൻഡോസറിന് എന്താണ് കുറേ റൈറ്റ്സ് കാര്യങ്ങളുണ്ട്. പക്ഷേ ആ റൈറ്റ്സ് എന്ത് ചെയ്യാം? വേവ് ചെയ്ത് വെക്കാം. അതായത് ഈ ഡിസോണർ ആയിക്കഴിഞ്ഞാൽ എനിക്ക് നോട്ടീസ് വേണ്ട എന്ന് പറയുന്നത്, ഇപ്പോൾ നോട്ടീസ് കൊടുക്കണം എന്നുള്ളത് ഒരു റൈറ്റാണ്, എൻഡോസറിന് ഉള്ളൊരു റൈറ്റാണ്. പക്ഷേ എൻഡോസറിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഈ നോട്ടീസിൻ്റെ ആവശ്യം എനിക്ക്, അതായത് നോ നോട്ടീസ് ഓഫ് ഡിസോണർ ഈസ് നെസസറി എന്ന് പറയുന്നത്, വേവ് ചെയ്യുന്നത്, സ്വന്തം അവകാശം എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? അത് വേവ് ചെയ്യാൻ, അത് ഒഴിവാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഇതാണ് ഫാക്കൽറ്റേറ്റീവ് എൻഡോസ്മെൻറ്റ് എന്ന് പറയുന്നത്. അടുത്തത് സാൻസ് ഫ്രേസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാൻസ് എന്നുള്ളതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് വിത്തൗട്ട്
ആണ്. ഫ്രേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എക്സ്പെൻസ് ആണ്. അതായത് റീകോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലയബിലിറ്റിയും ഫ്രേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെൻസും ആണ്. അപ്പോൾ സാൻസ് ഫ്രേസ് എന്ന് വെച്ചാൽ എന്താണ്? സാൻസ് ഫ്രേസ് വെച്ചാൽ വിത്തൗട്ട് എക്സ്പെൻസ്. അതായത് ഈ എൻഡോസറിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? പേ എക്സ് ഓർ ഓർഡർ സാൻസ് ഫ്രേസ് എന്ന് എഴുതി കഴിഞ്ഞാൽ അതിന് മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്തേലും രീതിയിൽ അതായത് കൂടുതൽ ഈ ഇതിൽ പറഞ്ഞ എമൗണ്ട് ഇപ്പം നമ്മൾ കൊടുക്കുന്ന ഒരു 10,000 രൂപേൻ്റെ ഇതാണ് എൻഡോസ്മെൻറ്റ് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ ബില്ലതെങ്കിൽ അതിനെന്ത് വരാം? എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് അതിന് കൂടുതൽ എന്തെങ്കിലും എക്സ്പെൻസ് കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് ബാധകമല്ല എന്ന് പറഞ്ഞുകൊണ്ട് എൻഡോസറിന് എന്ത് ചെയ്യാം? സാൻസ് ഫ്രേസ് എന്നുള്ള ആ ഒരു ഇത് ഓർഡർ കഴിഞ്ഞതിന് ശേഷം ഇത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അതാണ് സാൻസ് ഫ്രേസ്, അതായത് വിത്തൗട്ട് എക്സ്പെൻസ്. നിങ്ങളിപ്പോൾ ഇതിൻ്റെ മീനിങ് ചിന്തിച്ചാൽ സാൻസ് എന്ന് പറഞ്ഞാൽ വിത്തൗട്ടാണ്, റീകോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലയബിലിറ്റിയും, ഫ്രേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എക്സ്പെൻസും ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ ദ ഫോളോയിങ് പോയിന്റ്സ് വൺ ഈസ് നോട്ട് റിലേറ്റഡ് ടു ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ക്രെഡിറ്റ് കൺട്രോൾ. അതായത് നമ്മുടെ RBIക്ക് എന്തുണ്ട്? ഒരുപാട് ക്രെഡിറ്റ് കൺട്രോൾ കാര്യങ്ങൾ ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ താഴെ പറയുന്നതിനകത്ത് ഉള്ള കാര്യങ്ങൾ ക്രെഡിറ്റ് കൺട്രോളിൻ്റെ ഒബ്ജക്റ്റീവ്സ് അല്ലാത്തത് എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഓപ്ഷൻ വരുന്നത് എക്കണോമിക് ഗ്രോത്ത്, ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്, സ്റ്റെബിലിറ്റി ഇൻ മണി മാർക്കറ്റ്, സ്റ്റെബിലിറ്റി ഇൻ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ്. അപ്പോൾ നമ്മുടെ ക്രെഡിറ്റ് കൺട്രോളിൻ്റെ ഒബ്ജക്റ്റീവ് ഏതാണ് നമുക്കറിയാം. ക്രെഡിറ്റ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ രാജ്യത്ത് എക്കണോമിക്കുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു കൺട്രോൾ കാര്യങ്ങളെല്ലാം എന്താണ്? അതെല്ലാം RBIൻ്റെ അണ്ടറിലാണ് ഉള്ളത്. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്കണോമിക്കായിട്ട് ബന്ധപ്പെട്ട ഗ്രോത്ത് കാര്യങ്ങൾക്കുള്ളതാണ്. അതേപോലെ തന്നെ മണി മാർക്കറ്റ് സ്റ്റെബിലിറ്റിക്ക് വേണ്ടതാണ്, ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് സ്റ്റെബിലിറ്റി ഉള്ളതാണ്. പക്ഷേ അതിൻ്റെ ഒബ്ജക്റ്റീവ് അല്ലാത്തത് ഏതാണ്? ഡിസ്ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്. സെക്ഷൻ 45ZA ടു ZF 45 ZF ബാങ്കിങ് റെഗുലേഷൻ ആക്ട്, അതായത് BR ആക്ട് 1949 45 ZA മുതൽ 45 ZF വരെയുള്ളത് എന്തുമായി റിലേറ്റഡ് ആണെന്നുള്ളതാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നോമിനേഷൻ ഫെസിലിറ്റീസ് ആണ്. നോമിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഏത് അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാലും നമ്മുടെ സേവിങ്സ് അക്കൗണ്ട് ആകട്ടെ, ജോയിൻ്റ് അക്കൗണ്ട് ആകട്ടെ, ഇപ്പോൾ നമുക്ക് അപ് ടു 4 നോമിനി വരെ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പോൾ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അതായത് മുന്നേ ഒരു നോമിനിയാണ് നമ്മൾ വെച്ചുകൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ നമുക്ക് 4 നോമിനിനെ വരെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഇതിൽ തന്നെ നമ്മുടെ ZA ZB എന്ന് പറയുന്നത് എന്തിനുള്ള നോമിനേഷനാണ്? ഡെപ്പോസിറ്റ്സ്. അതായത് നമ്മളൊരു ഡെപ്പോസിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ZA ZB നോമിനേഷനാണ് വരുന്നത്. സേഫ് കസ്റ്റഡി അക്കൗണ്ട്സിൻ്റെ നോമിനേഷൻ നമുക്ക് വെക്കാൻ പറ്റുന്നത് ZC ZD പ്രകാരമാണ്. അതേപോലെ നോമിനേഷൻ ലോക്കർ അക്കൗണ്ട്സ് ആണെങ്കിൽ അത് ZE ZF പ്രകാരമാണ്. അപ്പോൾ ഇതിൽ തന്നെ 3 ടൈപ്പ് നോമിനേഷൻ ZA മുതൽ ZF വരെ നോമിനേഷനാണ്. പക്ഷേ 3 ടൈപ്പ് വരുന്നുണ്ട്. ZA ZB എന്ന് പറയുന്നത് ഡെപ്പോസിറ്റ്സ് അക്കൗണ്ട്സ് ആയിട്ടാണ്. ZC ZD എന്ന് പറയുന്നത് സേഫ് കസ്റ്റഡി അക്കൗണ്ട്സ് ആണ്. ZE ZF എന്ന് പറയുന്നത് ലോക്കർ അക്കൗണ്ട്സ് ആണ്. അതേപോലെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ ഇന്ത്യ ഡാഷ് ഇഷ്യൂസ് ആൻറ്റി മണി ലോണ്ടറിങ് ഗൈഡ് ലൈൻസ്. നമ്മുടെ ഇന്ത്യയിൽ ആർക്കൊക്കെ ആൻറ്റി മണി ലോണ്ടറിങ് ഗൈഡ് ലൈൻസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അത് RBIക്കും പറ്റും, സെബിക്കും പറ്റും, FIUവിനും പറ്റും. അതായത് ആൻസർ വരുന്നത് ഓൾ ഓഫ് ദി എബോവ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് ആൻഡ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ദാറ്റ് സെറ്റ് സ്റ്റാൻഡേർഡ്സ് ടു പ്രിവെൻറ്റ്. അതായത് ഈ FATF എന്ന് പറയുന്നത് എന്തിനുള്ളതാണ്? നമ്മുടെ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനാണ്. ഇതിനെന്താ പറയുക? നമുക്ക് വാച്ച് ഡോഗ് അല്ലേ? അതായത് മണി ലോണ്ടറിങ്ങിൻ്റെ വാച്ച് ഡോഗായിട്ട് പ്രവർത്തിക്കുന്നത്, ഇൻ്റർനാഷണലി പ്രവർത്തിക്കുന്ന ഒരു ഗ്ലോബലി ഉള്ളൊരു സ്ഥാപനമാണ് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ഇതെന്തിനു വേണ്ടിയുള്ള സ്റ്റാൻഡേർഡാണ്? പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മണി ലോണ്ടറിങ്ങുമായിട്ട് ബന്ധപ്പെട്ടൊരു സ്ഥാപനമാണ് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഇന്നത്തെ 10 ക്വസ്റ്റ്യൻസ് നമ്മളിന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നെക്സ്റ്റ് 10 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നാളെ തന്നെ ഞാൻ ഇതിൻ്റെ ബാക്കിയായിട്ട് അപ്പോൾ ഞാൻ മാക്സിമം നമ്മുടെ റിലേറ്റഡ് ഫാക്ട്സുമായിട്ട് തന്നെ ക്വസ്റ്റ്യൻസോട് കൂടി തന്നെ വരാൻ വേണ്ടി നോക്കാം. ഓക്കെ, താങ്ക് യു.